വിശേഷങ്ങൾ അറിയിച്ചു. തണലേകുന്ന വൻ വൃക്ഷങ്ങൾ, സുഗന്ധം പരത്തുന്ന പൂച്ചെടികൾ, മധുകൂറുന്ന പഴങ്ങൾ, പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന കാട്ടരുവികൾ, മന്ദമാരുതന്റെ തലോടലിൽ ആടിയുലയുന്ന മേടുകൾ. അവരുടെ വർണ്ണനകൾ കേട്ടപ്പോൾ ആ കുരുന്നുബാലന് കാനനത്തിൽ പോകാൻ കൗതുകമായി. പക്ഷേ ഉപ്പ സമ്മതിക്കുമോ? സഹോദരങ്ങളോടൊപ്പമാണല്ലോ, സമ്മതിക്കുമായിരിക്കും. അവർ യാക്കൂബ് അലൈഹിസ്സലാമിനെ സമീപിച്ചു. ആടുമേയ്ക്കാൻ ഞങ്ങളോടൊപ്പം യൂസുഫിനെയും അയച്ചു തരണം ഉപ്പ. താങ്കൾക്ക് എന്തു സംഭവിച്ചു? ഞങ്ങളുടെ സഹോദരനല്ലേ യൂസുഫ്? ഞങ്ങൾ അവൻ്റെ ഗുണകാംക്ഷികളല്ലേ? എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ വിശ്വസിക്കാത്തത്? ഞങ്ങളുടെ കളിയിലും ആനന്ദത്തിലും യൂസുഫും സംബന്ധിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നതാണ്. വളരെ ആവേശത്തോടെയാണ് അവർ സംസാരിച്ചിരുന്നത്. യഹൂദയാണ് സംസാരം തുടങ്ങിയത്. അദ്ദേഹം യൂസുഫിനെ സ്നേഹിക്കുന്നവനാണെന്ന് പിതാവിന് ബോധ്യമുണ്ടായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാം എന്തു പറയണമെന്നറിയാതെ അല്പസമയം മൗനം പാലിച്ചു. യൂസുഫിനെ നിങ്ങൾ കൊണ്ടുപോകുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. അവനെ ചെന്നായ തിന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ചിലപ്പോൾ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയാലോ? യാക്കൂബ് അലൈഹിസ്സലാം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവിടുത്തെ മുഖത്ത് ദുഃഖം ഘനീഭവിച്ചിട്ടുണ്ട്. കണ്ണുകൾ ഈറനണിയുകയാണ്. ഉപ്പ, യൂസുഫിനെ ചെന്നായ തിന്നുകയോ?